ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ സ്കൂൾ ലെസൺസ്. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് 3ാം ക്ലാസ്സിൻ്റെ മാത്സ് സബ്ജക്റ്റിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനുമായിട്ടാണ്. നമുക്ക് ചോദ്യങ്ങൾ നോക്കാം. അതിനു മുൻപേ ആയിട്ട് നിങ്ങൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ആക്കിയിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ആക്കുക. പിന്നെ 3ാം ക്ലാസ്സിൻ്റെ മാത്സിലെ ക്രിസ്മസ് എക്സാം മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തും കൊടുക്കാം. സോ നമുക്ക് ചോദ്യം വരുന്നത്, സേ ദ നമ്പർ എ ബസ് ഹാസ് 11 സീറ്റ്സ് ഓഫ് 3 പീപ്പിൾ ആൻഡ് 9 സീറ്റ്സ് ഓഫ് 2 പീപ്പിൾ. ഒരു ബസ്സിൽ 3 ആൾക്കാർക്ക് ഇരിക്കാൻ പറ്റിയ 11 സീറ്റുകളുണ്ട്. അതായത് ഓരോ സീറ്റിലും 3 ആൾക്കാർക്ക് ഇരിക്കാം. അങ്ങനത്തെ 11 സീറ്റുകളുണ്ട്. പിന്നെ 2 ആൾക്കാർക്ക് ഇരിക്കാൻ പറ്റിയ 9 സീറ്റുകളുമുണ്ട്. ചിത്രത്തിൽ നോക്കിക്കേ, ഇതൊരു ബസ്സിൻ്റെ ഉള്ളിലുള്ള ചിത്രമാണ്. നോക്കിക്കേ, വലത് ഭാഗത്ത് 3 ആൾക്കാർക്ക് ഇരിക്കാൻ പറ്റിയ സീറ്റ് ഉണ്ട്. അങ്ങനത്തെ 11 എണ്ണം ഉണ്ടെന്നാണ് പറഞ്ഞത്. ഇടത്തെ സൈഡിൽ നോക്കിക്കേ, 2 ആൾക്കാർക്ക് ഇരിക്കാൻ പറ്റിയ സീറ്റാണ്. അത് 9 എണ്ണവും ഉണ്ട്. ഇനി നമുക്ക് ചോദ്യം നോക്കാം. ഹൗ മെനി പീപ്പിൾ ക്യാൻ സിറ്റ് ഇൻ ദ ബസ്? എത്ര ആൾക്കാർക്കാണ് ബസ്സിൽ ഇരിക്കാൻ പറ്റുക? എത്ര സീറ്റാണോ ഉള്ളത് അത്ര ആൾക്കാർക്കല്ലേ ഇരിക്കാൻ പറ്റുക. സോ എത്രയാണോ ടോട്ടൽ സീറ്റുകളുടെ എണ്ണം, ആ എണ്ണത്തിനനുസരിച്ചാണ് ആൾക്കാർക്ക് ഇരിക്കാൻ പറ്റുക. സോ നമ്മളിവിടെ കാണേണ്ടത് എത്ര സീറ്റുകളാണ് ഉള്ളതെന്നാണ്. അടുത്ത് പറഞ്ഞിട്ടുണ്ട് 3 ആൾക്കാർക്ക് ഇരിക്കാൻ പറ്റിയ 11 സീറ്റുകളുണ്ട്. പിന്നെ 2 ആൾക്കാർക്ക് ഇരിക്കാൻ പറ്റിയ 9 സീറ്റുകളുണ്ട്. ഇത് നമ്മൾ കൂട്ടി നോക്കുക. അപ്പോൾ നമുക്ക് ടോട്ടൽ സീറ്റുകളുടെ എണ്ണം കിട്ടും. സിമ്പിളായിട്ടുള്ള ചോദ്യമാണ്. ഇവിടെ ശ്രദ്ധിക്കുക. 3 ആൾക്കാർക്ക് ഇരിക്കാൻ പറ്റിയ 11 സീറ്റുകൾ. അതായത് ഇവിടുത്തെ 3 ആൾക്കാർക്ക് ഇരിക്കാൻ പറ്റിയതാണല്ലോ. ഇങ്ങനത്തെ 11 എണ്ണം ഉണ്ട്. 11 പ്രാവശ്യങ്ങളായിട്ടുണ്ട് 3 ആൾക്കാർക്ക് ഇരിക്കാൻ പറ്റിയത്. അതായത് നമുക്കത് ടോട്ടൽ സീറ്റ് കാണാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? 11 ഗുണിക്കണം 3 ആൾക്കാർക്ക് ഇരിക്കാൻ പറ്റിയ സീറ്റ്. അപ്പോൾ എത്രയായി? 33 സീറ്റ് ഉണ്ട്. ഓക്കെ, 3 ആൾക്കാർക്ക് ഇരിക്കാൻ പറ്റിയ നമ്മൾ നോക്കുമ്പോൾ 33 സീറ്റ് ഉണ്ട് ആകെ നോക്കുമ്പോൾ. ഇനി നമ്മളോട് എന്ത് പറഞ്ഞിട്ടുണ്ട്? 2 ആൾക്കാർക്ക് ഇരിക്കാൻ പറ്റിയ 9 സീറ്റുകളുണ്ട്. ഇങ്ങനെ 2 ആൾക്കാർക്ക് ഇങ്ങനെ ഇരിക്കാൻ പറ്റിയ 9 എണ്ണങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ ടോട്ടൽ കാണാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? 2 ഗുണിക്കണം 9 ചെയ്താൽ മതി. 2 ഗുണിക്കണം 9 എത്രയാണ്? നമുക്ക് 18 എന്ന് ഉത്തരം കിട്ടും. സോ ഇവിടെ നമുക്ക് 18 എന്നും കിട്ടി, 33 എന്നും കിട്ടിയിട്ടുണ്ട്. ആകെ ടോട്ടൽ കാണാൻ വേണ്ടിയിട്ട് ഈ 33നെയും 18നെയും കൂടി കൂട്ടുക. 8ഉം 3ഉം എത്രയാണ്? 11. ഒന്നിവിടെ ഇതാ, ഒന്ന് ബാലൻസ് ആയിട്ട് 3ൻ്റെ മുകളിൽ കൊണ്ട് ചെയ്ത. 3ഉം 1ഉം 4, 4ഉം 1ഉം 5. 51 സീറ്റുകളാണുള്ളത്. ഈ ബസ്സിൽ എത്ര സീറ്റാണ്? 51. സോ എത്ര ആൾക്കാർക്ക് ഇരിക്കാൻ പറ്റും? 51 ആൾക്കാർക്കാണ് ഈ ബസ്സിൽ ഇരിക്കാൻ പറ്റുക. സോ നമുക്ക് ഉത്തരം എന്ന് പറയുന്നത് 51 ആണ്. ഈ ക്വസ്റ്റ്യൻ നോക്കിക്കേ. വെൻ ദി ജേണി സ്റ്റാർട്ടഡ്. ജേണി എന്ന് പറഞ്ഞാൽ യാത്ര തുടങ്ങിയപ്പോൾ 2 സീറ്റ്സ് ഓഫ് 3 പീപ്പിൾ. 3 ആൾക്കാർ ഇരിക്കുന്ന 2 സീറ്റുകളും 4 സീറ്റ്സ് ഓഫ് 2 പീപ്പിൾ. 2 ആൾക്കാർ ഇരിക്കാൻ പറ്റിയ 4 സീറ്റുകളും വേർ എംറ്റി എന്ന് പറഞ്ഞാൽ ഒഴിഞ്ഞ് കിടക്കുകയാണ്. ഹൗ മെനി മോർ പീപ്പിൾ ക്യാൻ സിറ്റ് ആൻഡ് ട്രാവൽ ഇൻ ദ ബസ്? എത്ര ആൾക്കാർക്ക് കൂടി ഈ ബസ്സിൽ ഇരിക്കാൻ പറ്റും എന്നാണ്. സോ ഇവിടെ എത്ര സീറ്റുകളാണോ കാലിയായി കിടക്കുന്നത് അത്ര ആൾക്കാർക്ക് കൂടി ഇരിക്കാൻ കഴിയുമല്ലോ. സോ ഇവിടെ നമ്മൾ കാണേണ്ടത് എത്ര സീറ്റുകളാണ് കാലിയായി കിടക്കുന്നത്, എംറ്റി ആയിട്ടുള്ളത്. സോ ഇവിടെ ശ്രദ്ധിക്കുക. 3 ആൾക്കാർക്ക് ഇരിക്കാൻ പറ്റിയ 2 സീറ്റുകൾ ഒഴിവുണ്ട്. അതായത് 2 ഗുണിക്കണം 3, 2 × 3 6 എന്ന് കിട്ടി. പിന്നെ പറഞ്ഞിട്ടുള്ളത് 2 ആൾക്കാർക്ക് ഇരിക്കാൻ പറ്റിയ 4 സീറ്റുകൾ ഒഴിവുണ്ടെന്നാണ്. സോ 4 × 2 8 എന്നും കിട്ടി. ഇനി ടോട്ടൽ കാണാൻ വേണ്ടിയിട്ട് ടോട്ടൽ എത്ര സീറ്റുകൾ ഒഴിവുണ്ടെന്ന് നോക്കാൻ 6 + 8 ചെയ്യുക. 6 + 8 എത്രയാണ്? നമുക്ക് 14 എന്ന് കിട്ടും. 6 കൂട്ടണം 8 ചെയ്യുമ്പോൾ നമുക്ക് 14 എന്ന് കിട്ടും. ഇവിടെ 14 സീറ്റുകളാണ് ഒഴിവുള്ളത്. അതായത് 14 ആൾക്കാർക്ക് കൂടി ഇരിക്കാൻ പറ്റും ഈ ബസ്സിൽ. സോ നമ്മുടെ ഉത്തരം വരുന്നത് 14 എന്നാണ്. സോ മക്കളെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. അടുത്ത വേറൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ.
നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ആക്കിയിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ആക്കുക. സോ ഓക്കെ, ദാറ്റ്സ് ഓൾ. താങ്ക് യു ഫ്രണ്ട്സ്.